അച്ചടന്റെ കത്ത്. അതിരേത് എതിരാര്. സ്നേഹമുള്ള DCL കൂട്ടുകാരെ, പെട്ടെന്നാണ് 6 പട്ടാളക്കാർ ഞങ്ങളുടെ വാഹനം വളഞ്ഞത്. ഒലിവ് കലർന്ന ഇരുണ്ട നിറത്തിലുള്ള യൂണിഫോമിൽ കൈകൾ AK-203 റൈഫിളും ജാഗ്രതയുള്ള നോട്ടവുമായി അവർ ഞങ്ങളുടെ അടുത്തെത്തി. അല്പം അകലിൽ നിന്ന് ഒരു വലിയ സ്റ്റാലിയൻ ട്രക്കിൽ നിറയെ പട്ടാളക്കാർ 4 വശത്തേക്കും തോക്ക് ചൂണ്ടി നിൽക്കുന്നു. ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു? എന്തിനു പോകുന്നു? വാഹനത്തിലുള്ളവർ ആരൊക്കെ? ആധാർക്കാർ എവിടെ? തുടങ്ങിയ വിശദമായ പരിശോധനകൾ. എല്ലാം ഓക്കെ എന്ന് കണ്ടപ്പോൾ മുന്നോട്ട് പോകാൻ അനുമതി കിട്ടി. CMI സഭയുടെ ജമ്മു കാശ്മീരിലെ മിഷനറി വൈദികന്മാരെ സന്ദർശിക്കാനെത്തിയ വൈദികരായിരുന്നു ഞങ്ങളുടെ വാഹനത്തിലുണ്ടായിരുന്നത്. ജമ്മുവിലെ ലംബേരി ക്രൈസ്റ്റ് സ്കൂൾ സന്ദർശിച്ച ശേഷം നൌഷേരയിലും രജൌരിയിലും പൂഞ്ചിയിലും ദഗ്വാരയിലുമുള്ള വിദ്യാലയങ്ങളിലും മിഷൻ പ്രവർത്തന മേഖലകളിലും ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. നമ്മുടെ മാതൃരാജ്യത്തിന്റെ നെറുകയിലൂടെ സൃഷ്ടാവിന്റെ വിസ്മയ നിർമ്മിതികൾ പോലെ ഉയർന്നു നിൽക്കുന്ന മഹാമേരുകൾക്ക് ചുവട്ടിലൂടെ അഗാധമായ ഗർത്തങ്ങൾക്ക് മുകളിലൂടെ വെൺകമ്പിളി പുതിച്ചു കിടക്കുന്ന ഹിമമലകൾ കണ്ട് അതിശയക്കാറ്റിന്റെ തലോടലേറ്റ് കുളിർന്ന് കുതിർന്നുമായിരുന്നു ഞങ്ങളുടെ യാത്ര. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഈ കത്ത് നിങ്ങൾക്ക് എഴുതുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ്. ലംബേരി മുതൽ ശ്രീനഗർ വരെയുള്ള ഇടുങ്ങിയ പാതയിലെ 320 കിലോമീറ്റർ ദൂരം താണ്ടാൻ 15 മണിക്കൂറെങ്കിലും വേണം. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിലൂടെയായിരുന്നു ഈ യാത്ര. അഗ്നൂറും സുന്ദർബാനിയും സുരങ്കോട്ടയും പുൽവാമയും തരമണ്ടയും തുടങ്ങിയ അതിസുരക്ഷമായ അതിർത്തി ഗ്രാമങ്ങളെല്ലാം സമ്പൂർണ്ണ സജ്ജരായ നൂറുകണക്കിന് സായുധസേന സദാനേരവും കണ്ണിമുച്ചിമാതെ കാവലിരിക്കുകയാണ്. സിന്ധൂർ ആക്രമണ പരമ്പര അരങ്ങേറിയ പൂഞ്ചിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ അതിർത്തിയോട് തൊട്ടുകിടക്കുന്ന ദഗ്വാരയിലുമുള്ള ഇത്രയും ജാഗ്രതയോടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കാവൽക്കാരായ പട്ടാളക്കാർ അതിർത്തികൾ സംരക്ഷിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് അതിരുകളുണ്ട്, അതിനപ്പുറത്ത് അയൽ രാജ്യങ്ങളുണ്ട്. ഇന്ത്യയുടെ സൗഹൃദവും ശത്രുതയുമുള്ള രാജ്യങ്ങളുണ്ട്. അതിനാൽ നമ്മൾ രാജ്യത്തിന്റെ അതിരേത്, നമ്മോട് എതിരുള്ളവർ ആരാണ് എന്ന് രാജ്യത്തിന് അറിയാം. അതനുസരിച്ചാണ് അതിരുകൾ സുരക്ഷാ സേനയെ വിന്യസിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതവും ലക്ഷ്യങ്ങളും നമ്മുടെ വ്യക്തിത്വവും ബന്ധങ്ങളും സുരക്ഷിതമാണോ എന്നുകൂടി ഗൗരവമായി ചിന്തിക്കണം. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതിരുകൾ ഉള്ളതുപോലെ നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കും അതിരുകൾ വേണം. ഏത് ബന്ധത്തിലും ഏത് പ്രവൃത്തിയിലും എൻ്റെ അതിരേത് എതിരാര് എന്ന് ഞാൻ അറിയണം. അതിരേത് എന്ന് അറിയുന്നവർ ഓരോ സമയത്ത് എവിടെ വരെ പോകാമെന്ന് ബോധമുള്ളവരാണ്. നമ്മുടെ ലക്ഷ്യത്തിലേക്കും വിജയത്തിലേക്കുമുള്ള യാത്രയിൽ സുരക്ഷാക്കുറവുള്ള ജാഗ്രത പാളുന്ന അതിലൂടെ നമ്മുടെ എതിരാളികൾ നുഴഞ്ഞു കയറും. അവർ നമ്മെ നന്നാക്കാനല്ല കൊള്ളടിക്കാനാണ് വരുന്നത്. നല്ല വ്യക്തികളുടെ അതിരുകൾ ദൈവവിശ്വാസം, മാതാപിതാക്കളോടും കുടുംബത്തോടും ഉറച്ച സ്നേഹം, അധ്യാപകരോടുള്ള ആദരവ്, സഹോദര സേവന സന്നദ്ധത, കൃത്യനിഷ്ഠത, അച്ചടക്കം, സത്യസന്ധത, നീതിബോധം തുടങ്ങിയ കരുത്തുറ്റ മൂല്യങ്ങൾ പട്ടാളക്കായി ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നുണ്ടാകും. ഇത് ജെൻസി കാലം. നവമാധ്യമങ്ങളുടെയും ഇന്റർനെറ്റും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ കീഴ്പ്പെടുത്തി നമ്മുടെ വ്യക്തിത്വ സുരക്ഷയിലേക്ക് അധിനിവേശം നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ചില അപരിചിത സൗഹൃദങ്ങൾ നമ്മുടെ നന്മ മൂല്യസേനകളെ തകർത്ത് നുഴഞ്ഞു കയറി നമ്മുടെ ജീവിതം അരക്ഷമാക്കുന്നുണ്ടോ? നമ്മുടെ ഉള്ളിൽ കുടുംബത്തിലും ആഭ്യന്തര കലാപത്തിന് കാരണമാകുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കാം. എപ്പോഴും സ്വയം ചോദിക്കാം, എൻ്റെ അതിരേത് എതിരാര്? ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.